ഹായ് ഗായ്സ്, ഇന്ന് ശ്രീ ക്ഷേത്രയോടനുബന്ധിച്ച് പരിപാടികളൊക്കെയാണ് എൻ്റെ അച്ഛൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുന്നത്തുള്ളി അമ്പലത്തിൽ. ഇവിടെ ചേട്ടനും പിള്ളേരും ഞാനും എൻ്റെ അനിയത്തിയും കൊച്ചൊക്കെ ഉണ്ട്. എല്ലാവരും ഉണ്ട്, കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ ഉറിയടി പരിപാടി ഉണ്ട്, പിന്നെ പിള്ളേരുടെ കസാരകളി അങ്ങനെയുള്ള പരിപാടി എല്ലാം ഉണ്ട്. അപ്പോൾ അതും കാണാം. അഷ്ടമി രോഗിണിയായിട്ട് രാവിലെ തന്നെ പശുവിനെയൊക്കെ ഗോപൂജയൊക്കെ ചെയ്ത് അമ്പലത്തിൻ്റെ പരിസരത്ത് കെട്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ കണ്ടു. അത് കഴിഞ്ഞ് ഈ മൂരിക്കിടാവ് എന്താണെന്ന് എനിക്കറിയില്ല സത്യത്തിൽ. ആ കിടാവിനും ഇതുപോലെ പൂജയൊക്കെ ചെയ്ത് ആഹാരം കൊടുക്കുകയാണ്, പഴം കൊടുക്കുകയാണ് നിവേദിച്ചത്. അപ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം ഞാൻ കണ്ടു നിന്നപ്പോൾ ഞാൻ വിചാരിച്ച് ഈ കാഴ്ച കാണാത്തൊരാരെങ്കിലും അവർക്കും കൂടി കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശാന്തി എനിക്ക് പഴം തന്നു, ഞാനത് കൊടുക്കുകയാണ്. ഈ ക്ഷേത്രം വന്നിട്ട് ചേന്ദമംഗലം കുന്നത്തള്ളി ശിവക്ഷേത്രമാണ്. നല്ല പ്രസിദ്ധമായ ഒരു അമ്പലം കൂടിയാണിത്. എനിക്ക് പക്ഷേ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല ഇതുവരെയായിട്ടും, ഇതാദ്യമായിട്ടാണ്. അപ്പോൾ അതിന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഈ ബാലഗോകുലം പിള്ളേരുടെ ഒരു പരിപാടിയാണ് ഉറിയടി. അവർക്കായിട്ടാണ് തലേദിവസം നടത്തപ്പെടുന്നത്. അപ്പോൾ കുറച്ച് പരിപാടികൾ വേറെയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് കാണാം. വലിയ കുട്ടികളുടെയും ചെറിയ കുട്ടികളുടെയും പരിപാടിയാണ്. അപ്പോൾ ഇതിൽ ആൺപിള്ളേരും ഇതുപോലെ തന്നെ പെൺപിള്ളേരുടെയും ഇതുപോലെ തന്നെ. അപ്പോൾ അതിൽ ഒരു ഓടി കിടക്കണ വൈറ്റ് ഡ്രസ് ഇട്ട പെൺകുട്ടി നല്ല ക്യൂട്ടാണ് കേട്ടോ. അതിൻ്റെ ചേട്ടൻ്റെ മക്കളുണ്ട്, പിന്നെ ഞങ്ങളുടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നിന്ന് സംസാരിക്കാൻ എനിക്ക് പറ്റില്ല, അതാണ് ഞാൻ ഈ വോയിസ്. ദേവനായിട്ടും കൂടെ വന്നപ്പോഴേക്കും എല്ലാ പരിപാടിയും ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവനൊരു ഭാഗ്യം ഉണ്ടായിരുന്നു, മിഠായി വറക്കലുണ്ടായിരുന്നു ആ പരിപാടി, അതിലവൻ പങ്കെടുത്തിട്ടുണ്ട്. റെഡ് വെക്കിട്ടാണ് വേഗം മിഠായി പറക്കേണ്ട കോൺസെൻട്രേഷനിലാണ്. പെൺകുട്ടികളുടെ കസേര കളിക്കും. പാട്ട് പ്ലേ ചെയ്യുന്നതായിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുക. വീഡിയോ എടുക്കാൻ സമ്മതിക്കാണ്ട് എന്നോടും പോയി നിൽക്കാൻ പറഞ്ഞു. ഞാനും കസേര കളിക്കും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കാണാൻ ജസ്റ്റ് അപ്പോൾ ഫസ്റ്റ് തന്നെ പോയി. അപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാനാണ് ആദ്യം നിന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് വരെ കാണാൻ നമ്മുടെ ട്വിസ്റ്റ്. നെഞ്ചിപ്പടപെടാന്ന് പഠിച്ചിട്ട് കളിക്കാനുള്ള ഒരു ആവേശം കാണുമായിരുന്നു. ഇവിടെ നടക്കണില്ല ആരും. ഇങ്ങനെ എല്ലാവരും ആ കസേരമ്മ തന്നെ നോക്കിയിട്ട് കിടക്കണ കാരണം പിന്നെ കയ്യിൽ പോയി. പിന്നെ ഒത്തിരി നാളായി ഇതുപോലെയൊക്കെ കളിച്ചിട്ടൊന്നുമില്ല. അത് കളിക്കിരുന്നിട്ടൊക്കെ എല്ലാവരും അത് ഫസ്റ്റും സെക്കൻഡൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. ഫൈനല് വാവൻ വേറെ കിട്ടുപോയി. ചേട്ടന്റെ മോള് അക്രു റേടിക്കാൻ പോവാ. അക്രു പതിയെ അക്രു ഫാസ്റ്റ്.
കിട്ടി. പറഞ്ഞുതരാം. ആകാശം എന്ന് പറയുമ്പോ കൈ മുകളിലേക്ക് പൊക്കണം, ഇങ്ങനെ പൊക്കണം. ഭൂമി എന്ന് പറയുമ്പോ നേരെ, പാതാളം എന്ന് പറയുമ്പോ താഴെ ഇടാം. ഇത്രേ ഉള്ളൂ. ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? നമുക്ക് കളിച്ചു നോക്കാം. ആകാശം. അപ്പൊ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.